ധനുമാസത്തിലെ തിരുവാതിര ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ നല്ല ഭർത്താവിനെ കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ ഇതിന് പിന്നിലെ കഥ അന്വേഷിച്ചു പോയപ്പോഴാണ് പാർവതീ ദേവിക്ക് ഭഗവാൻ ശിവനെ ഭർത്താവായി ലഭിച്ചത് ഈ സമയത്തുള്ള വ്രതത്തിന്റെ ഈ തപസ്സിന്റെ അവസാനമാണ്. അപ്പോ ഈ തപസ്സിന്റെ ഒരു പ്രത്യേകത, ഈ നമ്മൾ ധനുമാസത്തിൽ കുറച്ചുകൂടെ മൂടിപ്പൊതിച്ച് ഒന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഈ സമയം കാട്ടിൽ പോയി ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡെഡിക്കേഷന്, ആ ഉള്ളിലുള്ള ക്വാളിറ്റീസിനെയൊക്കെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ്, ആ ക്വാളിറ്റീസിനോട് സമാനമായിട്ടാണ് അത്രയും ശ്രേഷ്ഠനായ ഭർത്താവിനെ ലഭിക്കുന്നത്. അപ്പോ മിയർ ഒരു വ്രതമോ തപസ്സിനോ ഉപരി നമ്മുടെ ഇന്നർ ട്രാൻസ്ഫർമേഷൻ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു അതിനാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ ഡെഡിക്കേഷന്റെയും ആ എഫേർട്ടിന്റെയും ഫലമായി റിസൾട്ട് ലഭിച്ചപ്പോ വ്രതമെടുത്ത ദിവസത്തിന് പോലും പ്രാധാന്യമുള്ളതായി.